വാർത്ത വരുന്നത് എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകാൻ തന്നെ കോടതി തീരുമാനിക്കുന്നു. മതാചാരപ്രകാരം സംസ്കരിക്കാൻ വിട്ടു നൽകണമെന്ന ഹർജി കോടതി തള്ളിയിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നവമി ദിനേശ്, നവമി, എത്ര നാളായി നീളുന്ന ഒരു നിയമ തർക്കമാണ്. ഇപ്പോൾ കോടതി അതിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രഞ്ജിത്ത്, സിംഗിൾ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കുമ്പോൾ പോലും ഇതേ അഭിപ്രായമായിരുന്നു രേഖപ്പെടുത്തിയത്. അതായത് ലോറൻസിന്റെ മൃതദേഹം അത് മകന്റെ നിർദ്ദേശം, മകൻ ആഗ്രഹിച്ച പ്രകാരം അല്ല എന്നുണ്ടെങ്കിൽ എം ലോറൻസ് ജീവിച്ചിരിക്കുമ്പോൾ തന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വൈദ്യപഠനത്തിനായി നൽകണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നതെന്ന മകൻ അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്നായിരുന്നു എം ലോറൻസിന്റെ മരിച്ച ദിവസം, അതായത് ഈ മൃതദേഹം വിട്ടുകൊടുക്കുന്നതിന് മുൻപ് മകൾ സുജാത ആ മൃതദേഹം വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുകയും പിന്നീട് കോടതി വരെ എത്തുകയും ചെയ്തിരുന്നു. അന്ന് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് പ്രകാരം ഈ മൃതദേഹം മെഡിക്കൽ കോളേജിന് പഠനത്തിനായി വിട്ടു നൽകുക എന്ന് തന്നെയായിരുന്നു. പക്ഷെ വീണ്ടും മകൾ, രണ്ട് മക്കളും, അതായത് സുജാത ഒപ്പം മറ്റൊരു മകൾ ആശ, ഇവർ രണ്ടുപേരും ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു. ഡിവിഷൻ ബെഞ്ചിനോട് ആവശ്യപ്പെട്ടത് പിതാവിന്റെ മൃതദേഹം മതാചാര പ്രകാരം തന്നെ സംസ്കരിക്കണം, മൃതദേഹം മെഡിക്കൽ കോളേജിൽ വിട്ടു നൽകരുത് എന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി പരിഗണിച്ചപ്പോൾ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് അത് അംഗീകരിക്കുകയായിരുന്നു. അതായത് രണ്ട് മക്കളുടെയും ആവശ്യപ്രകാരം ഈ മൃതദേഹം മതാചാര പ്രകാരമുള്ള ചടങ്ങിനായി വിട്ടു നൽകണമെന്ന ആവശ്യം തള്ളിയിരിക്കുകയാണ്. അതായത് ഇനി എം ലോറൻസിന്റെ മൃതദേഹം പൂർണ്ണമായും മെഡിക്കൽ കോളേജിൽ വൈദ്യപഠനത്തിനായി വിട്ടു നൽകുക തന്നെ ചെയ്യും. ഇതിനു മുൻപ് തന്നെ ഇതിനു മുൻപ് വിശദമായ വാദം കേട്ടിരുന്നു. ആ വാദത്തിനൊടുവിൽ ഒരു വക്കീലിനെ നിയമിച്ചിരുന്നു. ഈ മക്കളെ എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു അനുരഞ്ജനം, അതായത് ഇവരുടെ എല്ലാവരുടെയും ആവശ്യപ്രകാരം ഒരു തീരുമാനത്തിൽ എത്തുക എന്ന ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു അഭിഭാഷകനെ നിയോഗിച്ചിരുന്നു. പക്ഷെ ആ ഒരു മധ്യസ്ഥ ചർച്ച പോലും ഫലം കണ്ടില്ല. മക്കൾ അതിലേക്ക് സഹകരിച്ചില്ല എന്നും അഭിഭാഷകൻ കോടതിയെ അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതിനെ തുടർന്നാണ് എന്തായാലും മൃതദേഹം ഇനി കോടതിയിൽ ഈ മെഡിക്കൽ കോളേജിൽ തന്നെ വിട്ടു നൽകാമെന്നൊരു തീരുമാനത്തിലേക്ക് കോടതി എത്തി നിൽക്കുന്നത്. ഇനി മക്കളായ നിയമകാര്യലേഖകൻ അഡ്വക്കേറ്റ് സി എൻ പ്രകാശ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് സി എൻ പ്രകാശ്, ഇതിപ്പോൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നടന്നു വന്ന നിയമ പോരാട്ടമാണ്. പക്ഷെ കോടതിയുടെ മനസ്സ് ആദ്യം മുതൽ ഈ പ്രശ്നം പരിഹരിക്കണമെന്നുള്ളതായിരുന്നു. മൃതദേഹത്തോടെങ്കിലും ആദരവ് കാട്ടണമെന്ന പരാമർശം പലതവണ കോടതി നടത്തിയ പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനൊരു തീർപ്പ് കൽപ്പിക്കേണ്ട അത്യാവശ്യമാണ്. ഏറ്റവും ഒടുവിൽ ആശാ ലോറൻസിനെതിരായുള്ള തീരുമാനം വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് കോടതി ഈ വാദത്തിനിടയിൽ പറഞ്ഞു വെച്ച കാര്യങ്ങൾ? ഇന്ന് ഈ വിഷയത്തിൽ വിധി പറയുക മാത്രമാണ് ഹൈക്കോടതി ചെയ്തിട്ടുള്ളത്. ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് എസ് മനു എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഈ അപ്പീലിൽ ഇപ്പോൾ വിധി പറഞ്ഞിട്ടുള്ളത്. അന്തരിച്ച CPM നേതാവ് എം ലോറൻസിന്റെ മൃതദേഹം അത് മതാചാര പ്രകാരം സംസ്കരിക്കാൻ വിട്ടു നൽകണമെന്നായിരുന്നു പെൺമക്കളായ ആശയുടെയും സുജാതയുടെയും ആവശ്യം. ഈ ആവശ്യം തള്ളിക്കൊണ്ടാണ് ഉത്തരവ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ വിധി ഇന്ന് നേരത്തെ വാദം പൂർത്തിയാക്കുകയും ഇതിൽ ഇന്ന് വിധി പറയുകയുമാണ് ചെയ്തത്. മെഡിക്കൽ കമ്മീഷൻ വിട്ടു നൽകണമെന്നാണ് ലോറൻസിന്റെ ആഗ്രഹമെന്ന മകന്റെ വാദം അംഗീകരിച്ചാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നേരത്തെ ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് പെൺമക്കളായ ആശയും സുജാതയും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത്. ഈ ഡിവിഷൻ ബെഞ്ച് അപ്പീലാണ് ഇപ്പോൾ തള്ളിയിട്ടുള്ളത്. ഡിവിഷൻ ബെഞ്ച് നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടാണ് ആശാ ലോറൻസിന് വലിയ തിരിച്ചടി ഇതുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നു. ഏതായാലും നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് സി എൻ പ്രകാശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഈ പറഞ്ഞതുപോലെ മതാചാര പ്രകാരം തന്നെ മൃതദേഹം സംസ്കരിക്കണമെന്ന ആവശ്യമുണ്ടായിരുന്നു. അത് അത്തരത്തിൽ അനുവദിക്കുന്നില്ല. മെഡിക്കൽ കോളേജിന് വിട്ടു നൽകിക്കൊണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നു. നവമി, ഇനിയും നിയമ പോരാട്ടം ഉണ്ടാകും എന്നും പ്രതീക്ഷിക്കണം. കാരണം ആശാ ലോറൻസ് രണ്ട് കൽപ്പിച്ചാണ് അന്ന് അവർ സംസാരിച്ചപ്പോഴൊക്കെ അത്തരത്തിൽ പറഞ്ഞിരുന്നു. ഇനിയും നിയമ നടപടികൾ നീളുമോ? എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? രഞ്ജിത്ത്, തീർച്ചയായും ഇനി മകളുടെ പ്രതികരണം തേടേണ്ടതുണ്ട്. അവർ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ വരെ സമീപിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. കാരണം അത്രയേറെ നിയമ പോരാട്ടം അവർ ഇതിന് പിന്നിൽ നടത്തിയിട്ടുണ്ട്. തുടക്കം മുതൽ, അതായത് എം ലോറൻസിന്റെ മൃതദേഹം വിട്ടുകൊടുക്കുന്ന പൊതുദർശന സമയത്ത് മുതൽ ആശാ ലോറൻസ് ആ മൃതദേഹം പൊതുദർശന ഇടത്തിൽ വെച്ച് ഉണ്ടായ സംഘർഷങ്ങളെല്ലാം നമുക്ക് മുന്നിൽ ഇപ്പോഴും ഉണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ സഹിതം വലിയ രീതിയിൽ പ്രചരിച്ചതായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ ഇനിയും
നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനായിരിക്കുമോ ആശാ ലോറൻസ് മുന്നോട്ട് വരിക എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. ഇതിനിടയിൽ ഈ ആദ്യം തന്നെ ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു. അതായത് ഈ മെഡിക്കൽ കോളേജിന്റെ മധ്യസ്ഥതയിൽ ഇവരെ മക്കളെ എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ മക്കളെ വിളിച്ചുകൊണ്ട് ഭൂരിപക്ഷം ആർക്കാണോ ഏറ്റവും കൂടുതൽ ആരാണോ ഈ മൃതദേഹവുമായി ബന്ധപ്പെട്ട മെഡിക്കൽ കോളേജിന് വിട്ടു നൽകണം എന്നൊരു ആവശ്യം ഉന്നയിക്കുന്നത് അവർക്കൊപ്പമായിരിക്കും ഈ ആ ഒരു വിധി അനുസരിച്ചായിരിക്കും, ആ ഒരു തീരുമാനം അനുസരിച്ചായിരിക്കും, മെഡിക്കൽ കോളേജിന്റെ തീരുമാനം അനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ള നടപടി എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ ഈ MM ലോറൻസിന്റെ മകൻ ഈ MM ലോറൻസ് ഇക്കാര്യം പറഞ്ഞു എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വ്യക്തിയെയും കൊണ്ടുവന്നിരുന്നു. തുടക്ക സമയത്ത് ആശാ ലോറൻസും ഒപ്പം ആശാ ലോറൻസ് മാത്രമായിരുന്നു ഈ മൃതദേഹം വിട്ടു നൽകുന്നതിനെതിരെ നിയമ പോരാട്ടവുമായി എത്തിയത്. പക്ഷേ തുടക്ക സമയത്ത് പോലും മകൾ സുജാത ഇതിൽ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കോടതിയിൽ ഈ വിഷയം എത്തിയപ്പോഴാണ് തനിക്കും തന്റെ പിതാവിന്റെ മൃതദേഹം ഈ മതാചാര പ്രകാരം തന്നെ സംസ്കരിക്കണമെന്ന ആവശ്യവുമായി സുജാതയും രംഗത്തെത്തിയത്. ഇതിനെ തുടർന്നാണ് മകൻ സജീവൻ പിന്നീട് ഈ അച്ഛൻ ഇക്കാര്യം പറയുന്നത് മറ്റൊരു ബന്ധു, തന്റെ ഒരു ബന്ധു കൂടി കേട്ടിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയെ കൊണ്ട് മെഡിക്കൽ കോളേജിൽ എത്തുകയും ഭൂരിപക്ഷം ആളുകൾ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് കൃഷ്ണരാജ്, ഇപ്പോൾ കോടതിയുടെ ഈ തീരുമാനം വന്നിരിക്കുകയാണ് മെഡിക്കൽ പഠനത്തിന് വിട്ടുകൊടുക്കാം എന്നുള്ളത്. ഇനിയും നിയമവഴിക്ക് നീങ്ങുമോ അതോ കോടതി തീരുമാനം അംഗീകരിക്കുമോ? സംശയമില്ലാത്ത കാര്യമല്ലേ, സുപ്രീം കോടതി ഈ ആഴ്ച തന്നെ പോകുന്നുണ്ട്. സുപ്രീം കോടതി പോവാണ്? അതെ, സംശയമില്ലാത്ത. ഞങ്ങൾ ഓൾറെഡി കേസെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്, നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അപ്പൊ അത് കാരണം നമ്മൾ ഓൾറെഡി അപ്പീലെല്ലാം പ്രിപ്പയർഡ് ആണ്. ഈ ആഴ്ച തന്നെ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. ഈ കേസിന്റെ വാദഗതിക്കിടയിൽ കോടതി നടത്തിയ ചില നിരീക്ഷണങ്ങൾ കൂടി പ്രധാനമാണ്. കാരണം മരിച്ച ആളോട് നീതി കാട്ടണം, ഇങ്ങനെ നിയമ പോരാട്ടം വലിച്ചു നീട്ടരുത്. നീതി കാട്ടണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നീതി കാട്ടുന്നത്? അതായത് ഇപ്പൊ ആരാ എന്നോട് സംസാരിക്കുന്നത്? രഞ്ജിത്ത് രാമേന്ദ്രനാണ്. രഞ്ജിത്ത് രാമേന്ദ്രന് ആർക്കും കുറച്ച് ശത്രുക്കളുണ്ടെന്ന് വിചാരിക്കുക. രഞ്ജിത്ത് രാമേന്ദ്രൻ മരിച്ചു കഴിയുമ്പോൾ രഞ്ജിത്ത് രാമേന്ദ്രൻ രണ്ട് ശത്രുക്കൾ അങ്ങോട്ട് പോയിട്ട് ഞാൻ എന്റെ മുമ്പ് വെച്ച് ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ശവം അവിടെ കിടക്കും. മനസ്സിലായില്ലേ? അല്ല, ഇപ്പൊ അതാണല്ലോ നടക്കുന്നത്. അദ്ദേഹം എന്താണ് മാന്യമായ ഒരു സംസ്കാരത്തിനോ അല്ലെങ്കിൽ അതാ ഞാൻ പറഞ്ഞേ, ആർക്ക് വേണമെങ്കിലും ഈ നിയമം ദുരുപയോഗം ചെയ്ത് ആർക്ക് വേണമെങ്കിലും ഒരാൾ അങ്ങോട്ട് മരിച്ചു കഴിയുമ്പോഴത്തേക്ക് എന്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹത്തിന് ബോഡി ഇങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടുകൊടുക്കാനാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് സാക്ഷികളെയും കൂടെ വെച്ചിട്ട് അങ്ങോട്ട് എന്ന് കഴിഞ്ഞാൽ ഒരു സ്ക്രൂട്ടിനി ഇല്ല. ചുമ്മാ ഡെഡ് ബോഡി വിട്ടുകൊടുക്കാനാണെങ്കിൽ ഈ രാജ്യത്ത് എന്ത് നിയമം അത്? അപ്പൊ അതുകൊണ്ട് ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് എന്ന് പറഞ്ഞാൽ ഫൈനലല്ലോ, സുപ്രീം കോടതി നോക്കാം. ഈ നിയമത്തിന് എന്തായാലും ഒരു കൃത്യമായ ഒരു നിർവചനം ഉണ്ടാവണം, അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് പിന്നെ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതെന്താ നേരത്തെ സമാനമായ കേസുകൾ ഇതുവരെ അനാറ്റമി ആക്ടിനകത്ത് ഇതുവരെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. ഇതുവരെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അതൊരു നിയമപരമായ ഒരു നിയമത്തിന്റെ വ്യാഖ്യാനത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ അത് നമുക്ക് നോക്കാം, സുപ്രീം കോടതി തീരുമാനിക്കട്ടെ എന്താണെന്നുള്ളത്. ഇത്തരം വിഷയങ്ങളെ എന്തായാലും ഈ ആഴ്ച മൂവ് ചെയ്യുന്നുണ്ട്. ഇത്തരം വിഷയങ്ങളെ അതിനു മുമ്പ് എന്തായാലും MM ലോറൻസിന്റെ ശവം എടുത്താലും തിന്നത്തൊന്നുമില്ലല്ലോ, അവിടെ തന്നെ കാണുമല്ലോ. ഇത്തരം സങ്കീർണമായ വിഷയങ്ങളെ കോടതി വ്യാഖ്യാനിക്കുന്നതിന്റെ പ്രശ്നമാണെന്നാണോ താങ്കൾ പറയുന്നത്? അങ്ങനെയാണല്ലോ, അതിനാണല്ലോ ഈ പറഞ്ഞ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച്, സുപ്രീം കോടതി എന്നൊക്കെ ഉള്ള പല കോടതികൾ വെച്ചേക്കുന്നത് അതിനാണല്ലോ. എല്ലാവരുടെയും വ്യാഖ്യാനം ശരിയാവണമെന്നില്ലല്ലോ. വ്യാഖ്യാനത്തിന് തെറ്റുണ്ടെന്ന് തോന്നുമ്പോഴാണല്ലോ അഗ്രീഡ് ആയിട്ടുള്ള ആൾ അടുത്ത കോടതിയിലേക്ക് പോകുന്നത്. അപ്പൊ വ്യാഖ്യാനമാണ് പ്രശ്നം, സംശയമില്ലാത്ത കാര്യമാണ്. എന്താണ് വ്യാഖ്യാനിച്ചതെന്ന് അറിയില്ല, ജഡ്ജ്മെന്റ് കണ്ടിട്ടില്ല, അദ്ദേഹം ഒപ്പിട്ടില്ല, ഇതുവരെ ജഡ്ജിമാരെ ഒപ്പിട്ടിട്ടില്ല, ഡിസ്മിസ്ഡ് എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ജഡ്ജ്മെന്റ് കണ്ടതിന് ശേഷം ബാക്കി പ്രതികരിക്കാം. ശരി. നന്ദി. ശ്രീ അഡ്വക്കേറ്റ് കൃഷ്ണരാജ്, അദ്ദേഹമാണ് ആശാ ലോറൻസിന് വേണ്ടി കോടതിയിൽ ഹാജരായത് എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ നിയമ പോരാട്ടം തുടരും.